കടലിൻ്റെ ഒരുപാടധികം താഴ്ചയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വളരെയേറെ വിചിത്രമായ കടൽ ജീവികളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി കരയ്ക്കടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിചിത്ര രൂപികളായ ജീവികൾ എങ്ങനെയാണ് തീരത്തേക്ക് എത്തിപ്പെടുന്നത്? എന്തായിരിക്കും നമ്മുടെ കടലുകൾക്കടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തോ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്നതാണ്. ലെവ്യാത്തൻ എന്ന ബൈബിളിലും മറ്റുമൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കടൽ രാക്ഷസൻ കരയിലേക്ക് കയറി വരാൻ പോവുകയാണ്. നോക്കാം നമുക്ക് വിശദമായി. സമുദ്രങ്ങൾക്കടിയിൽ വളരെയേറെ വിചിത്രമായ കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലായി ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള വിചിത്ര രൂപികളായ മത്സ്യങ്ങൾ അല്ലെങ്കിൽ സീ ക്രീച്ചേഴ്സ് ഒക്കെ തീരത്തേക്ക് അടിഞ്ഞതുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ്. അതിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയത് സമുദ്രത്തിൻ്റെ ഏകദേശം 1.5 മൈലോളം താഴ്ചയിൽ മാത്രം കണ്ടുവരുന്ന ആംഗ്ലർ ഫിഷ് തീരത്തേക്ക് അടിഞ്ഞ വീഡിയോകളായിരുന്നു. ആളുകൾ അത് വലിയ തോതിൽ തന്നെ ഏറ്റെടുക്കുകയും ചർച്ചാ വിഷയമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിലും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഡൂംസ്ഡേ ഫിഷിൻ്റെ വീഡിയോ ആണ്. കാഴ്ചയിൽ നമുക്കൊരു പാമ്പിനെ പോലെ തോന്നുന്ന സിൽവർ നിറത്തിലുള്ള ഈ മത്സ്യം അടിഞ്ഞത് മെക്സിക്കോയിലെ ഒരു ബീച്ചിലാണ്. റെഗലക്കസ് ഗ്ലസ്നെ എന്ന ശാസ്ത്രീയ നാമമുള്ള ഡൂംസ്ഡേ ഫിഷ് എന്നറിയപ്പെടുന്ന ഈ മത്സ്യത്തിൻ്റെ ഒറിജിനൽ നെയിം ഓർഫിഷ് എന്നാണ്. കടലിനടിയിൽ വെളിച്ചം കാര്യമായിട്ടില്ലാത്ത ഏറെക്കുറെ 100 മുതൽ 1000 മീറ്റർ വരെ താഴ്ഭാഗത്തായിട്ടാണ് ഇവയെ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ബാക്കിയുള്ള മത്സ്യങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഒരുപാടധികം സവിശേഷതകളുണ്ട്. അതിലൊന്ന്, ഭൂമിയിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ബോണി ഫിഷ് ഈ ഓർഫിഷ് എന്നതാണ്. മാത്രമല്ല, സാധാരണ മത്സ്യങ്ങൾ ഹൊറിസോണ്ടലി സഞ്ചരിക്കുമ്പോൾ ഈ ഓർഫിഷുകൾ വെർട്ടിക്കലിയാണ് സഞ്ചരിക്കുന്നത്. ഏറെക്കുറെ 30 മുതൽ 56 അടി വരെ ഇവയ്ക്ക് നീളമുണ്ടാവാറുണ്ട്. കൂടാതെ ഏകദേശം 270 കിലോഗ്രാം വരെ ഭാരവും ഈ മത്സ്യങ്ങൾക്ക് വരാറുണ്ട്. ആദ്യമായിട്ട് ജീവനുള്ള ഒരു ഓർഫിഷിനെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നത് 2010-ലാണ്. അതായത് വളരെ റെയറായി മാത്രമേ ഇവയെ നമുക്ക് കാണാൻ കിട്ടാറുള്ളൂ. കഴിഞ്ഞ 1000 വർഷത്തിനിടയ്ക്ക് വെറും 100-200 തവണ മാത്രമേ ജീവനോടുകൂടെ മനുഷ്യർ ഈ ഓർഫിഷുകളെ കണ്ടിട്ടുള്ളൂ എന്നതാണ് കണക്കുകൾ പറയുന്നത്. അതിനാൽ ഇവയുടെ ജീവിതവുമായോ പ്രത്യുൽപാദനവുമായോ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോഴും നമുക്ക് കൃത്യമായി അറിയില്ല. മറ്റാരും വേട്ടയാടാനില്ലാത്ത രീതിയിലാണ് ഇവ കടലുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് നാവികർ വലിയ ഓർഫിഷുകളെ സീ സ്നേക്ക് എന്നാണ് വിളിച്ചിരുന്നത്. ഈ ജീവികൾക്ക് തങ്ങളുടെ കപ്പലുകളെ പോലും വിഴുങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നാണ് അവർ കരുതിയിരുന്നത്. ഈ തെറ്റിദ്ധാരണ ചില പെയിൻറ്റിങ്സിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഓർഫിഷുകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനോടൊപ്പം തന്നെ പല ആളുകളുടെയും മനസ്സിൽ വലിയൊരു ഭയം കൂടെ ഉടലെടുത്തു. പ്രത്യേകിച്ച് ജപ്പാനുമായി ബന്ധപ്പെട്ട ആളുകളിലാണ് ഇത്തരത്തിലുള്ള ഭയം കൂടുതലായി ഉയർന്നു വന്നത്. ജപ്പാനിലെ ആളുകൾ ഈ മത്സ്യത്തെ വിളിക്കുന്നത് റൈഗു നോ സുഖായ് എന്നാണ്. മെസഞ്ചർ ഫ്രം ദ സീ ഗോഡ്സ് പാലസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂമിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നോടിയായി കടൽ ദേവനിൽ നിന്നുള്ള ഒരു ദൂതൻ എന്ന നിലയിലാണ് ഈ മത്സ്യങ്ങൾ തീരത്തേക്ക് എത്തുന്നത് എന്നതാണ് അവരുടെ വിശ്വാസം. ഈ മത്സ്യങ്ങൾ തീരത്തേക്ക് അടിഞ്ഞാൽ വൈകാതെ തന്നെ വലിയ ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ് ജപ്പാൻകാർ കണക്കാക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ജപ്പാൻകാരുടെ നാടോടി കഥകളിൽ ഈ മത്സ്യം വന്നതിന് ശേഷം ദുരന്തം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും പറയുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം 2011-ൽ ജപ്പാനിലെ പല ഭാഗങ്ങളിൽ ഈ മത്സ്യങ്ങൾ കരയ്ക്കടിഞ്ഞതിന് ശേഷം ജപ്പാനിൽ സംഭവിച്ച വലിയ തോതിലുള്ള ഭൂകമ്പമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജപ്പാൻകാർക്കിടയിൽ ആ വിശ്വാസം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനാലൊക്കെയാണ് ഇങ്ങനെ ഒരു വീഡിയോ വൈറലാകുമ്പോൾ കടലിനടിയിൽ അരുതാത്തതായ പലതും സംഭവിക്കുന്നുണ്ട്, ഇത് കാരണമായി ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾ വരാനുള്ള അടയാളമായി ഇതിനെ കണക്കാക്കാം എന്നൊക്കെ ജപ്പാനിലെ ആളുകൾ ഭയപ്പെടുന്നത്. ഇതൊക്കെ ശരിക്കും സംഭവിക്കുമോ എന്ന ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് മറ്റൊരു കാര്യം സംസാരിക്കേണ്ടിയിരിക്കുന്നു. അത് ലെവ്യാത്തൻ എന്ന ഒരു കടൽ രാക്ഷസനുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്ത്യൻ മിത്തോളജിയിലും ജൂയിഷ് മിത്തോളജിയിലും അതിനും പിന്നിൽ മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെ ഭാഗമായുള്ള പല കാര്യങ്ങളിലും
ഈ ലെവയത്തൻ എന്ന മിത്തിക്കൽ ക്രീച്ചറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലെവയത്തനെ കുറിച്ച് ഹീബ്രു ബൈബിളിലും ജൂയിഷ് ബിലീഫ്സിലുമുള്ള പരാമർശങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദൈവം സൃഷ്ടിപ്പിൻ്റെ 3-ാം ദിവസം അതിശക്തമായ നീളമുള്ളതും ഭാരം കൂടിയതും തീ തുപ്പുന്നതുമായ 2 പാമ്പുകളെ, ഒരു ആണിനെയും ഒരു പെണ്ണിനെയും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇവയെ ഭൂമിയിലേക്ക് അയച്ചാൽ ഭൂമിയിലുള്ള സർവ്വതിനെയും അവ നശിപ്പിക്കുകയും മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പോലും അത് ബാധിക്കുകയും ചെയ്യും എന്ന് ചിന്തിച്ച് ദൈവം അതിലെ പെൺപാമ്പിനെ കൊന്നുകളയുകയും ശേഷം ആ ആൺപാമ്പിനെ നേരെ കടലിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു. അതിനാൽ കടലിൻ്റെ ആഴങ്ങളിൽ ഇന്നും തീ തുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ സീ സ്നേക്ക് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ആ വിശ്വാസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഭൂമിയുടെ അന്ത്യകാലം എത്തിച്ചേരുമ്പോൾ കടലിൽ നിന്നും ഭീമാകാരനായ ഈ ലെവയത്തൻ കരയിലേക്ക് കയറി വരും. ആ സമയം ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. ആ സന്ദർഭത്തിൽ ദൈവം ഇറങ്ങി വരികയും തൻ്റെ വാൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലെവയത്തിനെ കൊന്നുകളയുകയും ചെയ്യും. അപ്പോഴേക്കും ഭൂമിയിൽ അവശേഷിക്കുന്നത് നല്ലവരായ ആളുകൾ മാത്രമായിരിക്കും. ഇവരെല്ലാവരും ദൈവത്തോടൊപ്പം ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. ദൈവം കൊലപ്പെടുത്തിയ ഈ ലെവയത്തിൻ്റെ തൊലി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വലിയൊരു കൂടാരത്തിനുള്ളിലായിരിക്കും ഈ അത്താഴ വിരുന്ന് നൽകുന്നത്. ലെവയത്തിൻ്റെ മാംസമായിരിക്കും അവിടെ ഭക്ഷണമായി നൽകപ്പെടുന്നുണ്ടാവുക. പിന്നീട് അങ്ങോട്ട് ഒരു സ്വർഗരാജ്യം പുലരും. ഇങ്ങനെയാണ് ലെവയത്തിനുമായി ബന്ധപ്പെട്ട് ജൂയിഷ് ബിലീഫ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുമത വിശ്വാസത്തിലും ഈ ലെവയത്തിനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലെവയത്തിനെ ഡയറക്റ്റായി പിശാച്ചുമായിട്ട് ഉപമിക്കുന്ന രീതിയിലും പിശാച്ചിൻ്റെ കടൽ പാമ്പാണ് ലെവയത്തൻ എന്ന രീതിയിലുള്ള പരാമർശങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല, മനുഷ്യരുടെ ആയുധങ്ങൾ കൊണ്ട് ഇതിനെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നും ബൈബിളിലും മറ്റുമൊക്കെ ചില പരാമർശങ്ങൾ കാണാം. ഈ പവർഫുൾ ആയതും മനുഷ്യരെ കൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയാത്തതുമായ വലിയ മോൺസ്റ്റർ ക്രീച്ചർ യഥാർത്ഥത്തിൽ കടലിനടിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാത്രമല്ല, ചിലർ ഇതിനെ അന്റാർട്ടിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിലായി ഏകദേശം 80,000 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന വലിയ ടെക്ടോണിക് പ്ലേറ്റായ സ്കോഷ്യ പ്ലേറ്റുമായി ഒന്നിച്ച് പറയുന്നുണ്ട്. ഈ സ്കോഷ്യ പ്ലേറ്റിൻ്റെ ഫോട്ടോകളോ മാപ്പിലുള്ള രൂപങ്ങളോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പാമ്പിൻ്റെ തലയുടെ രൂപവുമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെവയത്തൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടെക്ടോണിക് പ്ലേറ്റിനെ തന്നെയാണെന്നാണ് അവരുടെ വാദം. ഇതിൽ ചലനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ അത് മുൻകൂട്ടി ഒരു കാവ്യാത്മകമായ രീതിയിൽ പറഞ്ഞു വെച്ചതാണ് ലെവയത്തനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് പല ആളുകളും വിശദീകരിക്കുന്നത്. ശരിക്കും ഈ കടലിനടിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെയധികം അപൂർവമായ വിചിത്രമായിട്ടുള്ള ഈ സീ ക്രീച്ചേഴ്സ് ഒക്കെ കടലിൻ്റെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്തുകൊണ്ടായിരിക്കും അവയൊക്കെ ചത്ത് കരക്കടിയുന്നത്? വരാനിരിക്കുന്ന ദുരന്തങ്ങളുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനെ ഒരിക്കലും ഡയറക്റ്റായി ദുരന്തങ്ങൾ വരാൻ പോകുന്നു എന്നതുമായി കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സയൻസ് പറയുന്നത്. മറിച്ച് കടലിനടിയിലുള്ള ആഗോളതാപനവും മറ്റുമൊക്കെ മൂലമുള്ള വ്യത്യസ്തമായ വ്യതിയാനങ്ങൾ കാരണമായിരിക്കാം ഇത്തരത്തിൽ കടലിൻ്റെ ആഴങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയൊരു പക്ഷേ സയൻസ് പറയുന്നതിനും അപ്പുറം വലിയ ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ? അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.